BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഗോവിന്ദചാമിക്കായി പരിശോധന. പോലീസിനെ കണ്ടതോടെ ചുരത്തിൽ നിന്നും ചാടിയ യുവാവ് പിടിയിൽ. MDMA പിടിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിക്കായി വെള്ളിയാഴ്ച നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ താമരശ്ശേരി ചുരത്തിലെ 9-ാം വളവിന് സമീപം കാറിൽ നിന്നും ഇറങ്ങിയോടി ചുരത്തിൽ നിന്നും താഴേക്ക് ചാടിയ യുവാവ് പിടിയിൽ. ലക്കിടിയിൽ വച്ച് വൈത്തിരി പോലീസാണ് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി ഷഫീഖിനെ കസ്റ്റഡിയിലെടുത്തത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപം പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ഇയാൾ ചുരത്തിലെ 9-ാം വളവിലെ വ്യൂ പോയിന്റിൽ നിന്നും താഴേക്ക് ചാടിയത്. ഇയാളുടെ വാഹനത്തിൽ നിന്നും 16 ഗ്രാം MDMA കണ്ടെത്തിയിരുന്നു. വണ്ടിയുടെ താക്കോൽ എടുത്തതിന് ശേഷമാണ് യുവാവ് കടന്നു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ യന്ത്രസഹായത്തോടെ വലിച്ചാണ് കാർ വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. പോലീസും ഫയർഫോഴ്സും ഡ്രോൺ ഉൾപ്പെടെ എത്തിച്ച് മേഖലയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും രാത്രി വൈകിയും ഇയാളെ കണ്ടെത്താനായില്ല. ശനിയാഴ്ച രാവിലെയോടെ ലക്കിടി ഓറിയന്റൽ കോളേജ് പരിസരത്ത് വച്ച് ഇയാളെ കണ്ടതായി ചിലർ വിവരം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിലാണ് ഇയാളെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത്. വൈദ്യപരിശോധനയുടെ ഭാഗമായി ഇയാളെ വൈത്തിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫെബ്രുവരിയിൽ ബത്തേരിയിൽ വച്ച് ഷഫീഖ് 93 ഗ്രാം MDMAയുമായി പിടിയിലായിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. അധിക ജോലിഭാരം. ഒഴിഞ്ഞുകിടക്കുന്നത് 126 തസ്തികകൾ. കേരളത്തിലെ ജയിലുകളിൽ ജീവനക്കാരുടെ അപര്യാപ്തത. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കൊടും കുറ്റവാളി ഗോവിന്ദചാമിക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞത് വലിയ സുരക്ഷാ വീഴ്ചയാകുമ്പോൾ ചർച്ചയാകുന്നത് ജയിൽ ജീവനക്കാരുടെ അപര്യാപ്തത. 10,000-ഓളം തടവുകാരുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ കുറഞ്ഞത് 3 ഷിഫ്റ്റുകളായി 5,000 ജീവനക്കാർ വേണ്ട സ്ഥാനത്ത് ഇപ്പോൾ 1,234 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരാണ് ഉള്ളത്. 50 തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. 16 പ്രിസൺ ഓഫീസർമാർ, 447 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാർ, 82 വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ എന്നിവരാണ് നിലവിൽ ഡ്യൂട്ടിയിലുള്ളത്. സംസ്ഥാനത്തെ ജയിലുകളിൽ ആകെ 2,415 തസ്തികകളും 2,289 ജീവനക്കാരുമാണ് ഉള്ളത്. 126 തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. കോഴിക്കോട് മിന്നൽ ചുഴലി. നാശനഷ്ടം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്നും തുടരുന്ന കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മിന്നൽ ചുഴലി. പ്രദേശത്ത് കനത്ത കൃഷിനാശമുണ്ടായി. കല്ലാച്ചി, ചീറോത്തുമുക്ക്, പൈപ്പ് റോഡ് ഭാഗങ്ങളിൽ പുലർച്ചെ വീശിയ കാറ്റിൽ വാഹനങ്ങൾക്കും വീടുകൾക്കും മേൽ മരങ്ങൾ വീണു. കല്ലാച്ചി തർബിയ മദ്രസയുടെ മേൽക്കൂര പറന്നുപോയി. പുലർച്ചെ ആഞ്ഞു വീശിയ കാറ്റിൽ താമരശ്ശേരി, കാരാടി ഭാഗത്ത് പലയിടത്തും വൈദ്യുതി വിതരണം മുടങ്ങി. സംസ്ഥാനത്ത് പലയിടത്തും കനത്ത കാറ്റും മഴയും തുടരുകയാണ്. കനത്ത കാറ്റിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ട്. എറണാകുളം ജില്ലയിൽ പലയിടത്തും ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിൽ മരം ഒടിഞ്ഞു വീണ് വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പെരിയാറിൽ വെള്ളം നിറഞ്ഞ് ഒഴുകുന്നുണ്ടെങ്കിലും ഇതുവരെ അപകടകരമായ അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല. നാടിറങ്ങി കാട്ടാനകൾ. വാഹനം കുത്തിമറിച്ചിടാൻ ശ്രമം. കരുവാരക്കുണ്ടിൽ പരിഭ്രാന്തി. മലപ്പുറം കരുവാരക്കുണ്ട് എരിങ്ങാട്ടിരിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് കാട്ടാനക്കൂട്ടം. നാട്ടിലിറങ്ങിയ കാട്ടാനകൾ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. ഒരു വാഹനം കുത്തിമറിച്ചിടാനും ശ്രമിച്ചു. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജനവാസ മേഖലയിൽ കൂട്ടമായി എത്തിയ കാട്ടാനകൾ ജനങ്ങളെ ഭീതിയിലാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. സ്ത്രീ മരിച്ചത് കാട്ടാന ആക്രമണത്തിൽ തന്നെ. ഭാര്യയെ കൊന്നെന്ന പ്രചാരണം. ബിനുവിന് ആശ്വാസ റിപ്പോർട്ട്. വനത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെയെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. തോട്ടാപുര സ്വദേശി സീത ജൂൺ 13-നാണ് മരിച്ചത്. ശബരിമല വനമേഖലയുടെ ഭാഗമായ മീൻമുട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടെന്ന് ഒപ്പമുണ്ടായിരുന്ന സീതയുടെ ഭർത്താവ് ബിനുവും മക്കളും പോലീസിൽ മൊഴി നൽകിയിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ അത് ശരിയാണെന്ന് മനസ്സിലായെന്നും SP പറഞ്ഞു. പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. വിശദമായ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ കോടതിക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. സർവസജ്ജരായ രുദ്ര. ഇന്ത്യൻ സൈന്യത്തിന് കരുത്തു പകരുവാൻ പുതിയ ഓൾ ആംസ് ബ്രിഗേഡ്. ഭാവിയിലെ വെല്ലുവിളികൾ ഫലപ്രദമായി നേരിടുവാൻ സർവായുധ സജ്ജരായി കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഇതിന്റെ ഭാഗമായി രുദ്ര എന്ന പേരിൽ ഒരു ഓൾ ആംസ് ബ്രിഗേഡും ഭൈരവ് എന്ന പേരിൽ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകളും രൂപീകരിച്ചതായി
കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പ്രഖ്യാപിച്ചു. കാർഗിൽ യുദ്ധവിജയത്തിന്റെ വാർഷികാഘോഷ ചടങ്ങുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ സൈന്യത്തിന് ഓരോ സായുധ വിഭാഗത്തിനും പ്രത്യേക ബ്രിഗേഡുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ രുദ്ര വിവിധ സേനാ വിഭാഗങ്ങളുടെ സർവായുധ സജ്ജരായ ഒരു സംയുക്ത സംവിധാനമാകും. 2 ഇൻഫൻട്രി ബ്രിഗേഡുകളെ ഇതിനകം രുദ്ര ബ്രിഗേഡുകളാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇവ നിലവിൽ വന്നത്. ധ്യാനും ലുക്മാനും ഒന്നിക്കുന്നു. തിരക്കഥ ഹർഷദ്. വളയുടെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. കഠിന കഠോരം ഈ അണ്ഡഘടാഹം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ മോഹസിൻ സംവിധാനം നിർവഹിക്കുകയും കഠിന കഠോരം ഈ അണ്ഡഘടാഹം, ഉണ്ട, പുഴു എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ ഒരുക്കിയ ഹർഷദ് രചന നിർവഹിക്കുകയും ചെയ്ത പുതിയ ചിത്രം വളയുടെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി. ഫെയർബേ ഫിലിംസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നിരോധിച്ച അശ്ലീല ആപ്പുമായി യാതൊരു ബന്ധവുമില്ല. വിശദീകരണക്കുറിപ്പുമായി എക്ത കപൂർ. അശ്ലീല ഉള്ളടക്കത്തെ തുടർന്ന് 25ഓളം ഓൺലൈൻ ആപ്പുകളാണ് സർക്കാർ കഴിഞ്ഞ ദിവസം നിരോധിച്ചത്. ഇക്കൂട്ടത്തിൽ ആൾട്ട് എന്ന ആപ്ലിക്കേഷന് ടെലിവിഷൻ സീരിയൽ നിർമ്മാതാവായ എക്ത കപൂറിന് ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു. ഈ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് അവർ. നിരോധിക്കപ്പെട്ട അശ്ലീല ആപ്ലിക്കേഷനുമായി തനിക്കോ അമ്മ ശോഭ കപൂറിനോ യാതൊരു ബന്ധവുമില്ലെന്ന് അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. 2021 ജൂണിൽ ആൾട്ടുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതാണെന്ന് എക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബാലാജി ടെലിഫിലിംസ് ലിമിറ്റഡ് ഒരു പ്രൊഫഷണൽ മീഡിയ സ്ഥാപനമാണ്. ALT ഡിജിറ്റൽ മീഡിയ എന്റർടൈൻമെന്റുമായുള്ള ലയനത്തെ തുടർന്ന് 2025 ജൂൺ മുതൽ ALTT എന്ന പേരിലാണിവർ പ്രവർത്തിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.